ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഇതേ നമ്മുടെ ഉണ്ണിച്ചൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ലേറ്റായി, ഒത്തിരി ലേറ്റായി. കാരണം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, അതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. അങ്ങനെ അന്നത്തെ ദിവസം എനിക്ക് നൈറ്റ് ഓഫ് ആയിരുന്നു. ബർത്ത്ഡേ 7th ആയിരുന്നു, പക്ഷേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് 12th ജാനുവരി 12th. ജാനുവരി 7th എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഒരു ഓഫ് കിട്ടിട്ട് എന്നിട്ട് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് അങ്ങനെ നീണ്ട് 13ാം തീയതി ആയത്. ദേവി ചേച്ചിക്കും ഉണ്ണിക്കുട്ടനും സ്കൂളിൽ പോകണമായിരുന്നു. ആദ്യം ദേവി ചേച്ചീനെ റെഡിയാക്കി സ്കൂളിൽ വിടാനുള്ള പരിപാടികളാണ്. അപ്പം ആണെങ്കിൽ ഉണ്ണിക്കുട്ടൻ സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് വന്ന്, സൈക്കിളിന് ഇപ്പോൾ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. സൈക്കിളിൻ്റെ സൈഡിലെ സൈഡ് ബാർ, അതായത് ബാലൻസിങ് ബാർ ഉണ്ണിക്കുട്ടൻ റിമൂവ് ചെയ്യിപ്പിച്ച് ഇപ്പോൾ ബാലൻസിങ് ബാർ ഇല്ലാതെയാണ് സൈക്കിൾ ഓടിക്കുന്നത്. അപ്പോൾ അത് രാവിലെ എടുത്തുകൊണ്ട് വന്ന് അത് പിടിക്കാവോ അമ്മയെന്നാണ് ആദ്യം ചോദിച്ചത്. പിന്നെ ആ സൈക്കിളിന് സ്റ്റാൻഡും ഇല്ല, അതാണ് അവിടെ മറിഞ്ഞു കിടക്കുന്നത്. അങ്ങനെ ദേവി ചേച്ചി എല്ലാം റെഡിയായി പോകാൻ ഇറങ്ങിയപ്പം ദേവക്കുട്ടന് നല്ല ചുമയുണ്ട്. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ചുമയ്ക്കുള്ള മരുന്ന് കൂടി കൊടുത്തിട്ട് സ്കൂളിൽ വിടാമെന്ന് കരുതി ദേവക്കുട്ടന് മരുന്നൊക്കെ കൊടുത്ത് സ്കൂളിലോട്ട് വിടാനായിട്ട് ഞാനും ഉണ്ണിച്ചനും കൂടെ ഇറങ്ങി. അവിടെ താഴെ കൊണ്ട് ദേവി ചേച്ചീനെ ബസ്സിൽ കയറ്റി വിട്ടിട്ട് ചേച്ചിയുടെ ബസ് പോകുന്നതിന് വരെ ഞങ്ങൾ നേരത്തെയൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ നിൽക്കത്തില്ല. കാരണം ഉണ്ണിക്കുട്ടന് പോകാനുള്ള വണ്ടി അപ്പോൾ വരും, നേരത്തെ വരും. അപ്പോൾ റെഡി ആകാനുള്ള ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ദേവി ചേച്ചീനെ താഴെ കൊണ്ട് പെട്ടെന്ന് ആക്കിയിട്ട് തിരിച്ചു കയറിപ്പോരും. ദേവക്കുട്ടൻ പറയും, അമ്മ വരണ്ട അമ്മ, കുഴപ്പമില്ലാന്ന്. പക്ഷേ എന്തോ എനിക്കൊരു സങ്കടം. ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങ് പോകും. അതേ, പിന്നെ വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കുഞ്ഞിലെ ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ചേച്ചിയോട്, അതായത് മൂത്ത ചേച്ചിയോടാണ് ഇഷ്ടം കൂടുതലെന്നും പറഞ്ഞ്. അപ്പം ഞാൻ ഓർക്കും, ഞാൻ ഉണ്ണിച്ചനെ കൊണ്ടുവിടാൻ വേണ്ടി താഴെ എന്തായാലും പോകണം. അപ്പം അതൊക്കെ കാണുമ്പം ദേവമോൾക്ക് എങ്ങാനും സങ്കടമായാലോ എന്ന് കരുതിയാണ് കേട്ടോ. അതുമാത്രമല്ല, അങ്ങനെ കൂടെ പോയില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിന് ബുദ്ധിമുട്ട്. ആദ്യമൊക്കെ ഞാൻ പറയുമായിരുന്നു, ഉണ്ണിച്ചന് സ്കൂളിൽ പോകേണ്ട സമയമാകും, ദേവമോളുടെ കൂടെ വിടാൻ പറ്റില്ല, ദേവമോള് തന്നെ പോകണം. മോള് കേപ്പബിളാണ് പോകാനും ബസ്സിൽ കയറി പോകാനും ഒക്കെ. പക്ഷെ എന്നാലും ഒരു സങ്കടം. അപ്പം ഞാനും അങ്ങ് കൂടെ പോകും. അമ്മമ്മയാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ നോക്കി നിൽക്കും ഇറങ്ങിപ്പോകുന്നത്. കാരണം ഉണ്ണിച്ചനും ആ സമയത്ത് അതിനോട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ണിച്ചൻ്റെയും വണ്ടി വരും. അപ്പം കൊണ്ടുവിടാനായിട്ടുള്ള സമയം തികയത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഉണ്ണിച്ചനെ റെഡിയാക്കിയപ്പോൾ തന്നെ മിസ് കോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ ഉണ്ണിച്ചന് അമ്മമ്മ വാരി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ വാരി തരണ്ട, അമ്മ വാരി തന്നാൽ മതിയെന്ന്. അതിന് അമ്മമ്മ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിച്ചൻ എങ്ങനെയാണ്, ഉണ്ണിച്ചൻ എന്നാന്ന് അറിയത്തില്ല, എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക ഒരു വാശിയാണ്. ദേവൂസിനും കുഞ്ഞിലെ അങ്ങനെയായിരുന്നു. എല്ലാ മക്കളും അങ്ങനെ തന്നെ. അതെ, സ്ഥിരമായിട്ടുള്ള ഡയലോഗ്. അമ്മമാരുടെ അടുത്തല്ലേ പിള്ളേർക്ക് ഇത്ര വാശി കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ? അത് തന്നെയാണ്. അല്ലാതെന്താ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഉണ്ണിക്കുട്ടൻ തുടങ്ങും ചെറിയ കാര്യത്തിന് കരച്ചില്, ബഹളം, വഴക്ക്. അപ്പൊ അമ്മ എപ്പോഴും പറയും, നിനക്ക് അവിടെങ്ങാൻ ഇരുന്നാ പോരെ സോമ, നിന്നെ കാണാൻ നോക്കിയിരിക്കുക ഉണ്ണിക്കുട്ടൻ വാശി പിടിക്കാനും. അതൊരു മനസ്സുഖം. അങ്ങനെ ഉണ്ണിച്ചനെ താഴെ കൊണ്ടാക്കി ഉണ്ണിച്ചൻ്റെ വണ്ടി വന്ന് ഉണ്ണിച്ചന് സ്കൂളിൽ പോയി. പിന്നെ ഞാനും അമ്മമ്മയും കൂടിയുള്ള പരിപാടികളാണ്. പിന്നെ ഇന്നാണല്ലോ ഉണ്ണിച്ചൻ്റെ ബർത്ത്ഡേയുടെ പരിപാടികൾ. അപ്പം ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യണം, വീടൊന്ന് ക്ലീൻ ചെയ്യണം. അതാണ് നമ്മുടെ മെയിൻ അജണ്ട ഇന്നത്തെ. എല്ലാ ദിവസവും എനിക്ക് ഒരുപോലത്തെ മൂഡായിരിക്കത്തില്ല. എന്നാലും ചില ദിവസങ്ങൾ എനിക്ക് ക്ലീനിങ്ങിനൊക്കെ നല്ല മൂഡായിരിക്കും. മൂടുള്ളപ്പോൾ പിന്നെ അമ്മ പറയുന്നാലും സമയം പിടിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെ എല്ലാ ദിവസവും ആ മൂഡ് വരത്തില്ല. അങ്ങനെ ആ മൂടുള്ളപ്പം ഞാൻ യോഗ ചെയ്യാൻ തുടങ്ങും ഫസ്റ്റ്. കാരണം എനിക്ക് യോഗ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേക ഒരു പോസിറ്റിവിറ്റിയും പ്രത്യേക ഒരു സ്പിരിറ്റുമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയുമാണ്. ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് യോഗയുടെ ഇമ്പോർട്ടൻസ് എൻ്റെ ലൈഫിൽ. എന്നാലും ഞാൻ വീണ്ടും പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ യോഗയൊക്കെ ചെയ്തപ്പം അമ്മമ്മ കിച്ചണിലെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അമ്മമ്മ കിച്ചണൊക്കെ നീറ്റാക്കി വെച്ചു. ഞാൻ യോഗ ചെയ്യുമ്പോഴത്തേന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അറിയില്ല, ഞാൻ ഓൺലൈനിലായിട്ടാണ് യോഗ പഠിക്കുന്നത്. ഇപ്പം എല്ലാ സെക്ഷനിലും എനിക്കങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. പല കാരണങ്ങളാൽ ഈവനിങ് സെക്ഷൻ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. രാവിലത്തെ സെക്ഷന് കുറച്ച് ടൈം ചേഞ്ച് ആക്കിയോണ്ട് എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് കയറാൻ പറ്റണില്ല.
യോഗ കഴിഞ്ഞപ്പം ചേച്ചിയെ വിളിച്ച് കുറച്ചു നേരം സംസാരിച്ചു. യോഗ കഴിഞ്ഞ പാടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയോ കുളിക്കുകയോ കാപ്പി കുടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. അപ്പം നമ്മൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ചേച്ചിയെ വിളിച്ചപ്പോൾ ചേച്ചിയോട് കുറേ സമയം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ആണെങ്കിൽ ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ തലേദിവസം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഹാളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാനും അമ്മമ്മയും കൂടി ഡിസ്കസ് ചെയ്യുകയാണ്, എങ്ങനെ നമുക്ക് ഹാൾ മേക്ക് ഓവർ ചെയ്യണം, അത് അങ്ങോട്ട് വെച്ചാലോ ഇത് ഇങ്ങോട്ട് വെച്ചാലോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മൂഡ് കയറുമ്പം ഞാൻ ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേഞ്ച് വരുത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരേ ലുക്കായി കഴിഞ്ഞാൽ മനസ്സിനങ്ങ് ബോറടിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. മാറ്റങ്ങൾ നമുക്ക് അനിവാര്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഫർണിച്ചറുകൾ ഉള്ള സ്പേസിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടാറുണ്ട്. പിന്നെ ഉണ്ണിമോൻ്റെ ബർത്ത്ഡേയും കൂടിയല്ലേ, അല്ല ബർത്ത്ഡേ സെലിബ്രേഷനും കൂടിയല്ലേ, അപ്പം അതിനനുസരിച്ച് കുറച്ചൊന്ന് ചേഞ്ച് ആക്കിയേക്കാന്ന് കരുതി. യൂഷ്വലി ഞങ്ങൾ എല്ലാ ബർത്ത്ഡേക്കും ഈ സൈഡിൽ ഇപ്പം ടേബിൾ കിടക്കുന്നിടത്താണ് ടേബിൾ ഇടാറ്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ അപ്പുറത്തെ സൈഡിൽ ടേബിൾ ഇടാമെന്ന് കരുതി. പിന്നെ ഒരു പറയുകയാണെങ്കിൽ നമ്മുടെ ഹാളിന് അത്ര സ്പേസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ സെറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പം ഓവർ ഫർണിച്ചർ കാരണം നമുക്ക് ഹാളിൽ ശരിക്കും പറഞ്ഞാൽ സ്പേസ് കുറവാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്രിഡ്ജും കൂടെ കിച്ചണിൽ നിന്നെടുത്ത് ഹാളിലാണ് വെച്ചേക്കുന്നത്. അപ്പം കിച്ചണിൽ കുറച്ച് സ്പേസ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ആ വലിയ ഫ്രിഡ്ജ് എടുത്ത് ഹാളിലോട്ട് വെച്ചത്. എനിവേ ഉള്ള ഇടയിൽ നമുക്ക് തട്ടിക്കൂട്ടി കുറച്ച് ഡെക്കറേഷൻ ചെയ്യാമെന്ന് കരുതി. ഡെക്കറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറയാനുള്ളത്, ഇവിടെ അടുത്ത് ഡ്രാഗൺ മാളുണ്ട്. അങ്ങനെ വൺ റിയാലിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ ചീപ്പ് റേറ്റിന് മേടിക്കാനായിട്ട്. നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഷീറ്റ് മുഴുവൻ പോയിരിക്കുകയായിരുന്നു. അതിന് മേളിലുള്ള പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ണിക്കുട്ടൻ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഈ ഷീറ്റ് ഇങ്ങനെ മാറാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ എന്തെങ്കിലും കാര്യം വരട്ടെ ഇന്നേരം പോയി മേടിക്കാം എന്ന് കരുതി ഇങ്ങനെ വെച്ച് ഉണ്ണിച്ചൻ്റെ ബർത്ത്ഡേയുടെ സാധനം മേടിക്കാൻ പോയപ്പം ഈ ഡ്രാഗൺ മാളിൽ നിന്ന് മേടിച്ചാണ് ഈ 2 കവറും. അതിന് 1 റിയാൽ വെച്ച് 1 മീറ്റർ വെച്ച് നമുക്ക് 2 മീറ്റർ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. 2 മീറ്റർ രണ്ടും. അങ്ങനെ അതായത് നമുക്ക് മുതലാകത്തുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ ഒരുപാട് പൈസ കൊടുത്ത് മേടിച്ച് വെച്ചാലും ഉണ്ണിച്ച് സിസർ കൊണ്ടൊക്കെ വന്ന് സൈഡ് വഴി കട്ട് ചെയ്യും, കളർ ചെയ്തും അങ്ങനെ കുറേ പരിപാടിയൊക്കെ നടത്തുമ്പോൾ നമുക്ക് ലാഭം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൂടുതലും ഡ്രാഗൺ മാളിൽ നിന്നാണ് മേടിക്കാറ്. ഡ്രാഗൺ മാൾ എന്ന് വെച്ചാൽ 1 റിയാൽ ഷോപ്പാണ് ഇവിടുത്തെ കേട്ടോ. പിന്നെ ഡെക്കറേഷൻ്റെ ഐറ്റംസും എല്ലാം ഞാൻ അവിടെ തന്നെയാണ് വാങ്ങിച്ചത്. ഈ 1 റിയാൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 230 രൂപ വെച്ച് വരും നാട്ടിലെ. എല്ലാം കൂടെ മേടിച്ചിറങ്ങുമ്പോൾ ഏകദേശം നല്ല വിലയാകും. കാര്യം പറഞ്ഞ 1 റിയാൽ ആണല്ലോ എന്ന് കരുതി നമ്മളെല്ലാം പെറുക്കി ഇങ്ങിടും. ബില്ലടിക്കാൻ നേരം നല്ലൊരു പൈസയാകും. അങ്ങനെയാണ് ഡ്രാഗൺ മാളിൽ പോയാലുള്ള അവസ്ഥ. പിന്നെ അധികം ഞാൻ അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകാറില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ പോകാറില്ല. അവിടുത്തെ ടോയ്സ് ഒക്കെ കാണുമ്പോൾ ഉണ്ണിച്ചേട്ടനും ദേവി ചേച്ചിക്കും അത് പിന്നെ വാങ്ങിച്ചില്ലെങ്കിൽ സങ്കടമായെങ്കിലോ എന്ന് കരുതി ഞാൻ അവരെ കൊണ്ടുപോകാറുമില്ല, ഞാൻ പോകാറുമില്ല. ഇവിടെ ജീവിക്കുമ്പം ഈ ഡ്രാഗൺ മാൾ പോലെയുള്ള ഷോപ്പുകൾ, അതായത് ഈ 1 റിയാൽ ഷോപ്പുകൾ ഉള്ളത് ശരിക്കും നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും അഫോർഡബിൾ ആയിട്ട് നമുക്ക് പോയി എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഷോപ്പുകളൊക്കെ തന്നെയാണ്. പിന്നെ ഞാനും അമ്മമ്മയും കൂടെ കുറച്ച് ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങി. ഒരുപാട് ബലൂൺ വീർപ്പിക്കാനുണ്ടായിരുന്നു. എല്ലാ ബർത്ത്ഡേക്കും ബലൂൺ വീർപ്പിക്കുന്നതിൻ്റെ മെയിൻ ടീം ലീഡർ മോച്ചച്ചയായിരുന്നു. മോച്ചച്ച നാട്ടിൽ പോയേക്കുമല്ലേ, അപ്പോൾ ബലൂൺ വീർപ്പിക്കാൻ എന്തായാലും പറ്റത്തില്ല. ഈ ബലൂണിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് ചുമയ്ക്കാൻ തുടങ്ങും. പിന്നെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ബലൂൺ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഞാൻ യൂസ് ചെയ്ത് കണ്ടു ആ സാധനം ഒരെണ്ണം വാങ്ങിച്ചു. അങ്ങനെ ബലൂൺ വീർപ്പിക്കാൻ ഉണ്ണിച്ചൻ 12 o'clock വരും. ഒരു 11 o'clock തൊട്ട് ഞങ്ങൾ ഈ ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങിയതാണ്. അത് ഏകദേശം വൈകുന്നേരം 4 മണി ആയപ്പോഴാണ് ഇത് തീർന്നത്. കാരണം ഒരുപാട് ബലൂൺ വീർപ്പിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിച്ചേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മമ്മയാണ് കേട്ടോ പോയത്. അമ്മമ്മ ചെന്നപ്പോഴത്തേന് ഒരു കരയുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഞാനുള്ളപ്പം ഞാൻ ചെന്നില്ലെങ്കിൽ പിന്നെ ഉണ്ണിച്ചന് കരച്ചിലായിരിക്കും. ഒരു ദിവസം അങ്ങനെ ഉണ്ണിച്ചൻ സ്കൂളിൽ നിന്ന് വന്ന വഴിക്ക് ഞാൻ കൊണ്ടുവരാൻ ചെന്നില്ല. ഞാൻ അന്ന് എന്തോ അത്യാവശ്യത്തിന് വെളിയിൽ പോയേക്കുമായിരുന്നു. അങ്ങനെ ഉണ്ണിച്ചനെ കൊണ്ടുവരാൻ ചെല്ലാഞ്ഞുകൊണ്ട് ഉണ്ണിച്ചൻ ഭയങ്കര കരഞ്ഞ് ബഹളം വെച്ചപ്പം താഴത്തെ ഒരു ആൻറ്റി ഉണ്ണിച്ചനെ കളിയാക്കി. അതിനുശേഷം ഉണ്ണിച്ചൻ കുറേശ്ശെ ശരിയായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞും കൂടെ കൊടുത്തു, ഉണ്ണിച്ച അമ്മയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പെട്ടെന്നൊക്കെ പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യും, അത്യാവശ്യങ്ങളല്ലേ, അപ്പോൾ ഉണ്ണിച്ചൻ കരയല്ലേ, ഉണ്ണിച്ചൻ ബിഗ് ബോയ് ആയില്ലേ, സ്മാർട്ട് ബോയ് ആയില്ലേ. പിന്നെ ഞാൻ കുറച്ച് സപ്പോർട്ട് ചെയ്തങ്ങ് പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി.
അപ്പം ഞാൻ താഴെ ചെല്ലാഞ്ഞത് ഇവിടെ എന്തോ അമ്മ സർപ്രൈസ് റെഡിയാക്കുകയെന്നും പറഞ്ഞാണ് അമ്മമ്മ താഴേന്ന് കൂട്ടിക്കൊണ്ടുവന്ന്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഓടി വന്നിട്ട് ചോദിക്കുന്നത്, അമ്മ എന്താ അമ്മ സർപ്രൈസ്? അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ഉണ്ണി സർപ്രൈസ്. ടേബിളിന് കവറിട്ടു, ഇത് കട്ട് ചെയ്യരുത്, ഉണ്ണിച്ചൻ്റെ വീട് വൃത്തിക്ക് കിടക്കണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും അമ്മമ്മ എന്താണ് ആ കാല് വെച്ചേക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മമ്മയുടെ കാലിൽ ഒരു അൾസർ ഉള്ള കാര്യം, വെരിക്കോസ് വെയിൻ്റെ. അപ്പം അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് വെള്ളത്തിൽ കാല് വെച്ചേക്കുന്ന. പിന്നെ അമ്മമ്മ അങ്ങനെയാണ് കേട്ടോ, കാല് വയ്യെങ്കിലും പരിപാടികളെല്ലാം നല്ല ജോറായിട്ട് നടത്തിയിരിക്കും. അപ്പം അത് വെച്ചുകൊണ്ട് തന്നെ അമ്മമ്മയുടെ ബലൂൺ വീർപ്പിക്കൽ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉണ്ണിക്കുട്ടൻ്റെ പാലുമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം ദേവി ചേച്ചി വന്നു. ദേവി ചേച്ചി വന്ന പാടെ ഇതെല്ലാം കണ്ടപ്പോൾ യൂണിഫോം പോലും മാറാതെ ഞങ്ങളുടെ കൂടെ ഇൻവോൾവ് ആയതാണ്. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് ബലൂൺ എല്ലാം വേർപ്പിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന സമയമായി. എനിക്കാണെങ്കിൽ ഓഫുള്ള ദിവസമാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. ആ മൊമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രഷ്യസ് മൊമെൻ്റാണ്. എന്താണെന്ന് വെച്ചാൽ രണ്ടുണ്ട് കാര്യം, ഒരു ഹാപ്പിനെസ്സും പിന്നെ ഉണ്ണിച്ചൻ്റെ ഫുഡ് കഴിപ്പും. ഉണ്ണിച്ചന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അമ്മമ്മ പറയുന്നത് അമ്മമ്മ ചോറ് കൊടുത്താൽ അവൻ അങ്ങനെ കാര്യമായിട്ട് കഴിക്കത്തില്ലെന്ന്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേന് ഉണ്ണിച്ചന് കുറച്ചൊക്കെ ഫുഡ് കഴിക്കും. അമ്മ പറയുന്നത് എന്നെ പേടിച്ചിട്ടാന്നാ. എന്തെങ്കിലും ആട്ടെ, അങ്ങനെയെങ്കിലും അവൻ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയനാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ദേവി ചേച്ചിയോട് 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു മുടി നീണ്ടിട്ടുണ്ട്, നമുക്കൊന്ന് വെട്ടണം എന്ന്. പിന്നെ ഞാനാണ് കേട്ടോ ദേവി ചേച്ചിയുടെ ബ്യൂട്ടീഷ്യൻ. കിട്ടിയ അവസരമല്ലേ, ഞാൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഞാനും ദേവി ചേച്ചിയും തന്നെത്താനാണ് കേട്ടോ മുടി വെട്ടൽ. എൻ്റെ മുടിയും ദേവുവിൻ്റെ മുടിയും അമ്മമ്മയുടെ മുടിയും ഞാൻ തന്നെയാണ് വെട്ടിക്കൊടുക്കുന്നത്. എന്താണെന്നറിയത്തില്ല, ആ ഒരു മനസുഖം. ശരിയായാലും കൊള്ളാം, കൊള്ളത്തില്ലേലും കൊള്ളാം. സത്യത്തിൽ പൈസ കളയണ്ടെന്ന് ഓർത്തിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല അമ്മമ്മ എന്നെക്കൊണ്ട് മുടി വെട്ടിക്കുന്നത്. ഞാൻ എന്തായാലും മുടി വെട്ടാൻ പോകാറില്ല, ഞാൻ തന്നെയാണ് എൻ്റെ മുടി വെട്ടുന്നത്. പിന്നെ ദേവി ചേച്ചിയുടെ മുടിയും ഞാൻ തന്നെയാണ് വെട്ടുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ കാശ് ഒരുപാട് പൈസയാവും ഇവിടെ മുടി വെട്ടാനായിട്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ മുടി വെട്ടാൻ പോകാറില്ല. പിന്നെ നമ്മൾ യൂട്യൂബൊക്കെ നോക്കി, യൂട്യൂബിൽ എന്താണില്ലാത്ത, അങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയാണ് ദേവക്കുട്ടൻ്റെ എൻ്റെ മുടി വെട്ടിത്തുടങ്ങി. അതുകൊണ്ട് ഞങ്ങളിപ്പം ഒരേ രീതിയിൽ അങ്ങനെ അങ്ങ് വെട്ടിപ്പോവുകയാണ്. അങ്ങനെ മുടിവെട്ടെല്ലാം കഴിഞ്ഞ് എല്ലാവരും റെഡിയായിട്ട് ഇതോ RFC ആണ് കേട്ടോ ഉണ്ണിച്ചൻ്റെ ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്തത്. കാരണം എന്നാന്ന് വെച്ചാൽ ബിരിയാണി മതിയെന്ന് ഉണ്ണിച്ചൻ പറഞ്ഞിരുന്നു, ചേച്ചിയുടെ ബർത്ത്ഡേ പോലെ തന്നെ. പക്ഷേ കുഞ്ഞു പിള്ളേരല്ലേ, അവർ ബിരിയാണി കഴിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ RFC എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിച്ചനും ഓക്കെ പറഞ്ഞു. അങ്ങനെ RFC ഒക്കെ ഓർഡർ ചെയ്തു. അതെ, നമ്മുടെ മസ്കറ്റിലെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായല്ലോ. നമ്മുടെ ഉണ്ണിമോൻ്റെ ബർത്ത്ഡേക്ക് അധികം കുട്ടികളെ ഞാൻ വിളിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയുടെ പ്രായത്തിലുള്ള ഉണ്ണിയുടെ കമ്പനിയുള്ള കുട്ടികളെ മാത്രമേ വിളിച്ചുള്ളൂ. ഈ പ്രാവശ്യം ആണെങ്കിൽ ഉണ്ണിച്ചൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ണിച്ചൻ പറഞ്ഞ ഒരു ടീം കേക്ക് എന്ന് പറയുന്നത് ബാറ്റ്മാനും സ്പൈഡർമാനും എല്ലാ മാനും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പിക്ചറായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞത്. അവിടെ ചെന്ന് ലുലുവിൽ ഓർഡർ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് സ്പൈഡർമാനാണോ ബാറ്റ്മാനാണോ ഏതൊക്കെ മാനാണെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ഫോട്ടോ ഗൂഗിൾ ആൻറ്റിയോട് ചോദിച്ച് ഗൂഗിൾ ആൻറ്റി തന്നപ്പം അതാണ് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഉണ്ണിച്ചൻ്റെ കേക്കൊക്കെ കിട്ടി റെഡിയാക്കി. കേക്കൊക്കെ വന്നപ്പം എനിവേ ഉണ്ണിച്ചനും കേക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങിനുള്ള പരിപാടിയാണ്. ഇവിടെയുള്ള മക്കളെല്ലാം പ്രത്യേകിച്ച് ദേവുവിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ബർത്ത്ഡേ വരാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് അവർ തന്നെ ബർത്ത്ഡേ കാർഡൊക്കെ ഉണ്ടാക്കി അവർ തന്നെയാണ് ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത്. അങ്ങനെ ഈവനിങ് ആകുമ്പോൾ ആ ടൈമിൽ എല്ലാവരും വന്ന് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരായ നല്ല കൂട്ടുകാരും എപ്പോഴും കൂടെ കാണും. അതുപോലെ അങ്ങനെ ഉണ്ണിച്ചൻ്റെ കേക്ക് കട്ടിങ്ങിനുള്ള സമയമായി. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നാട്ടിലോട്ട് വിളിച്ച് എല്ലാവരെയും ഓൺലൈനിൽ നിർത്തുക, അതിനുള്ള പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വിളിച്ചിട്ട് ഓരോരുത്തരെയും കിട്ടുന്നില്ല. അപ്പം എല്ലാവരെയും കൂടി ഓൺലൈനിലാക്കി എന്നാൽ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. മോച്ചച്ചേനെ വിളിച്ചപ്പോൾ കിട്ടി, പക്ഷേ കിമച്ചേച്ചീനെയും കിട്ടിയില്ല. പിന്നെ അപ്പച്ചേനെയും അച്ചമ്മേനെയും കിട്ടി. അങ്ങനെ എല്ലാവരും ഓരോ ഫോണിൽ ഓൺലൈനിൽ വിളിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ ബർത്ത്ഡേയിൽ കേക്ക് കട്ടിങ് തുടങ്ങുന്നത്. ഈ പ്രാവശ്യം പോപ്പപ്പ് മേടിച്ചപ്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പോപ്പപ്പാണ് മേടിച്ചത്. കഴിഞ്ഞ തവണ ദേവി ചേച്ചിയുടെ ബർത്ത്ഡേക്ക് പോപ്പപ്പ് ചെയ്തപ്പോഴത്തേന് കേക്ക് വീണ് മുഴുവൻ പ്രോബ്ലം ആയിരുന്നല്ലോ. പിന്നെ അത് പെറുക്കി കളയണം, ടൈം അങ്ങനെ പോയി. പിന്നെ അവിടെ എല്ലാം ഇതായതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി വേറൊരു പോപ്പപ്പാണ് വാങ്ങി. Happy birthday
അങ്ങനെ ഉണ്ണിച്ചന് 5 വയസ്സ് തികഞ്ഞേക്കുവാണ്. എൻ്റെ പൊന്നോ, എത്ര പെട്ടെന്നാണ് വർഷങ്ങളൊക്കെ പോകുന്നതെന്ന് ഈ മൊമെന്റ് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. ചില സമയങ്ങളിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ പൊന്നെ എന്താ സമയം പോകാത്തേന്ന്. പക്ഷെ പെട്ടെന്ന് 5 വർഷം ആയ പോലെ ഇപ്പം എനിക്ക് തോന്നുന്നു. ഉണ്ണിച്ചൻ്റെ കളിയും ചിരിയും, ഉണ്ണിച്ചനും ഒരു ഭയങ്കര നോട്ടി ബോയ് ആണ്. എനിവേ, സന്തോഷം. പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്ത് ഓരോരുത്തർക്കും കേക്കൊക്കെ കൊടുത്ത്, ഉണ്ണിച്ചനെ എൻ്റെ പോലത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ പണ്ടത്തെ കുശുമ്പിൻ്റെ സ്വഭാവം, അമ്മയ്ക്ക് ചേച്ചിയോടാണോ ഇഷ്ടം എന്നുള്ളത്. അതുകൊണ്ട് ഉണ്ണിച്ചന് പടേന്ന് ഫീലാവും, എല്ലാം അമ്മ ചേച്ചിക്കാണോ ചെയ്തു കൊടുക്കുന്നതെന്ന്. അതുകൊണ്ട് ഉണ്ണിച്ചൻ്റെ സങ്കടം ആകരുതെന്ന് എനിക്ക് നിർബന്ധമാണ്. കാരണം കുഞ്ഞിലെ എനിക്ക് അങ്ങനെ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫീലിങ്സ് എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വലുതാകുമ്പോൾ മനസ്സിലാവും അങ്ങനെയൊന്നും ഇല്ല, അത്രയ്ക്കത്രേ ഉള്ളൂ. പക്ഷേ ഈ കാലവും കടന്നു പോകുമെന്ന് പറയുന്ന പോലെ ആ സമയം കടന്ന് ഉണ്ണിച്ചനെങ്കിൽ എത്തണ്ടേ. അപ്പം ഉണ്ണിച്ചന് വിഷമം ആകണ്ടല്ലോ എന്ന് കരുതി ഉണ്ണിച്ചൻ്റെ ബർത്ത്ഡേക്ക് നമ്മളൊരു സേമിയ പായസവും വെച്ച്, പായസവും കഴിച്ച്, പിന്നെ അതിൻ്റെ ഒപ്പം RFCയും വാങ്ങിച്ചു. ഉണ്ണിച്ച് ഹാപ്പി ആയിക്കോട്ടെ എന്ന് കരുതി. അതെ, പിറ്റേ ദിവസം സ്കൂളിൽ പോകേണ്ട ദിവസമായിരുന്നു. അതുകൊണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ അധികം നേരം നീട്ടിയില്ല. വേഗം ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് മക്കളെ പറഞ്ഞു വിടാനുള്ള പരിപാടി നോക്കി. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ വന്നത്തെ ബർത്ത്ഡേക്കാണ് ഈ റിട്ടേൺ ഗിഫ്റ്റ് പരിപാടി കണ്ടു തുടങ്ങിയത്. മക്കൾ ഓരോരുത്തടത്തും ബർത്ത്ഡേക്ക് പോയിട്ട് വരുമ്പം ഒരു റിട്ടേൺ ഗിഫ്റ്റുമായിട്ടാണ് വരാറ്. ഇവിടെ ഈവൻ സ്കൂളിലാകട്ടെ അങ്ങനെയാണ്, ബർത്ത്ഡേക്ക് റിട്ടേൺ ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട്. അതുപോലെ നമ്മളും ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഓരോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പം റിട്ടേൺ ഗിഫ്റ്റുകൾ നമ്മളും അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇടയ്ക്ക് കിച്ചണിലോട്ട് ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച്. കാരണം ഈ RFCയിലൂടെ കിട്ടുന്ന ബണ്ണും കോൾസ്ലോയും ഒന്നും മക്കൾ അധികം കഴിക്കാറില്ല. മക്കൾക്കെല്ലാം ബണ്ണ് ഒരു മടുപ്പായിട്ടാണ് ഫീൽ ചെയ്യാറ് ഈ RFCയിലൂടെ കിട്ടുമ്പോഴത്തേന്. എനിവേ, അതെല്ലാം ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ ബാക്കി കുറച്ച് പായസം വെച്ചുകൊണ്ടായിരുന്നു, അതെന്നാ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം എന്ന് കരുതി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചുമില്ല, അപ്പോൾ കഴിക്കാനുള്ള പരിപാടിയും നോക്കണം. മക്കൾക്കെല്ലാം നാളെ സ്കൂളിൽ പോവുകയും ചെയ്യണം. പിന്നെ നമ്മുടെ വേസ്റ്റ്, അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. നമുക്ക് വേസ്റ്റ് എല്ലാം കൂടെ ബാഗിലാക്കിയിട്ട് അതുകൊണ്ട് വൈകിട്ട് തന്നെ കളയണം. അല്ലെങ്കിൽ അത്രയും വേസ്റ്റ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ പാറ്റയുടെ ശല്യമുണ്ട്. അപ്പോൾ പാറ്റയുടെ ശല്യം കൂടാൻ നല്ല ചാൻസാണ്. അതുകൊണ്ട് അതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അതുകൊണ്ട് നമുക്ക് താഴെ കളയണം. അങ്ങനെ മക്കൾക്കുള്ള എല്ലാ റിട്ടേൺ ഗിഫ്റ്റും കൊടുത്ത് ഓരോരുത്തരും വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അവരെല്ലാം പോയി കഴിഞ്ഞപ്പം അടുത്ത മെയിൻ ഇതെന്ന് പറയുന്നത് മക്കൾക്ക് എന്താണ് ഗിഫ്റ്റ് കിട്ടിയെന്ന് കാണണം. അങ്ങനെ എല്ലാവരും കൂടെ കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം കൂടെ പൊളിക്കാനായിട്ട് തുടങ്ങി. അതിനൊരു ക്ഷമയില്ല. അൺബോക്സിങ് ഞാൻ പറഞ്ഞു നമുക്ക് സമാധാനത്തിൽ ചെയ്യാം. പറ്റില്ല, പടപടേന്ന് എല്ലാം പൊളിച്ച് നോക്കണം എന്താണ് സംഭവം. അതെ, ഉണ്ണിച്ചന് നമ്മൾ വാങ്ങിച്ചു കൊടുത്തത് ഒരു ഗണ്ണാണ് കേട്ടോ. ഉണ്ണിച്ചന് ദേവി ചേച്ചിയെ പോലെ തന്നെ സൈക്കിൾ വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു, ഉണ്ണിച്ചൻ്റെ സൈക്കിളിന് പ്രോബ്ലം ഇല്ലല്ലോ, അത് ഇപ്പോൾ വാങ്ങണ്ട, നമുക്ക് പിന്നെ വാങ്ങിക്കാം. അപ്പോൾ ഉണ്ണിച്ചന് ബൈക്ക് വാങ്ങണം. ഇപ്പോൾ ഒരു ബൈക്ക് ഉണ്ടല്ലോ, ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ആ ബൈക്ക് വേണം ഉണ്ണിച്ചന്. ഞങ്ങൾ അതിന് കുറേ ഷോപ്പിലൊക്കെ പോയി നോക്കി, കിട്ടിയില്ല. അപ്പം അവസാനം ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ നിന്ന് മേടിക്കാമെന്നാണ്. കാരണം നാട്ടിലുള്ള പിള്ളേരൊക്കെ ഇത് ഓടിച്ച് ഉണ്ണിച്ചൻ വീഡിയോ കണ്ട് അങ്ങനെ നാട്ടിൽ നിന്ന് മേടിക്കാമെന്നും പറഞ്ഞ് ഒരു സമാധാനത്തിലാണ് ഉണ്ണിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പേർക്കും കൂടെ നമുക്ക് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ആ കേക്ക് എല്ലാം കട്ട് ചെയ്ത് അമ്മമ്മ അത് കൊടുക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഇങ്ങനായിരുന്നു നമ്മുടെ ഉണ്ണിച്ചൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഡേ. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു.